നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ ജയിപ്പിച്ചു വിട്ട നമ്മുടെ നേതാക്കൾ വളരെ അപഹാസ്യമായ രീതിയിൽ ഈ കസേരകളെയും നടത്തി പരസ്പരം തൊഴുത്തിക്കുത്തുമായി നിന്ന് നമ്മളെ ഇങ്ങനെ ഒരു നോക്കുകുത്തികളാക്കി നിർത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ഈ കവിത. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ശ്രീ മധുസൂദനൻ നായർ സർ രചിച്ച വളരെ വളരെ പ്രശസ്തമായ കവിതയാണ് നാരായണത്വ ഭ്രാന്തൻ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അതിലെ ചില വരികൾ തീർത്തും പ്രസക്തമാണ് എന്ന്. ഇന്ദ്രിയം കൊണ്ടേ ചവയ്ക്കുന്ന താമ്പൂലമിന്നലത്ത ഭ്രാതൃഭാവം തങ്ങളിൽ മുഖത്തു തുപ്പും നമ്മളൊന്നു ചൊല്ലും ചിരിക്കും. പിണ്ഡം പിതൃക്കൾക്കു വെക്കാതെ കാവിനും പള്ളിക്കുമെന്നെണ്ണി മാറ്റും. പിന്നെ അന്നത്തിനന്യന്റെ ഭാണ്ഡങ്ങൾ തന്ത്രത്തിലൊപ്പിച്ചെടുക്കും. ചാത്തനെന്തേതെന്നു കൂറു ചേർക്കാൻ ചിലർ ചാക്കിലംഗം നടത്തുന്നു. ചുങ്കം കൊടുത്തും ചിതം പറഞ്ഞും വിളിച്ചംഗത്തിനാളു കൂട്ടുന്നു. വായില്ല കുന്നിലെ പാപത്തിനായി പങ്കുവാങ്ങി പകുത്തെടുക്കുന്നു. അഗ്നിഹോത്രിക്കുന്നു ദാഹപഥ്യത്തിനോ സപ്തമുഖ ജഡരാഗ്നിയത്രേ. ഓരോ ശിശുരോധനത്തിനും കേൾപ്പു ഞാനൊരു കോടി ഈശ്വര വിലാപം. ഓരോ കരിന്തിരിക്കണ്ണിലും കാൺപു ഞാനൊരു കോടി ദൈവനൈരാശ്യം. ജ്ഞാനത്തിനായി കുമ്പിൾ നീട്ടുന്ന പൂവിന്റെ ജാതി ചോദിക്കുന്നു വ്യോമസിംഹാസനം. ജീവന്റെ നീതിക്കിരക്കുന്ന പ്രാവിന്റെ ജാതകം നോക്കുന്നു ദൈത്യന്യായാസനം. ശ്രദ്ധയോടന്നം കൊടുക്കേണ്ട കൈകളോ അഗ്നിയിൽ വർണ്ണവും വിത്തവും തപ്പുന്നു. ഉമിനീരിലെരിനീരിൽ എല്ലാം ദഹിക്കയാണ്, ഒഴിയിൽ ദാഹമേ ബാക്കി.